ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം പരസ്പരം പറഞ്ഞു തീർത്ത ശേഷം ഈസുമിയും ബ്രദേഴ്സും സംഭാഷണം തുടർന്നു. ഇത്രയും അപകടം പിടിച്ച കാര്യം ചെയ്തിട്ട് രണ്ടുപേരും രക്ഷപ്പെട്ടത് തന്നെ വളരെ വലിയൊരു കാര്യമാണെന്ന് ഈസുമി അഭിപ്രായപ്പെട്ടു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബ്രദേഴ്സിൻ്റെ പ്രവൃത്തികളെ ന്യായീകരിക്കാനാവില്ലെന്നും അതിനാൽ ഇനി മുതൽ അവർ തൻ്റെ സ്റ്റുഡൻസ് അല്ല എന്നും ഈസുമി പറഞ്ഞു. അത് കേട്ട് അൽഫോൺസ് ഞെട്ടിപ്പോയി. അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ ഈസുമി കൂട്ടാക്കിയില്ല. ഇനി സംസാരിച്ചധികം സമയം കളയേണ്ടെന്നും കിട്ടുന്ന ഏതെങ്കിലും ട്രെയിനിൽ കയറി തിരിച്ചു പോയിക്കൊള്ളാനും അവൾ ബ്രദേഴ്സിനോട് പറഞ്ഞു. തർക്കിച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ എഡ്വേർഡ് അവളോട് നന്ദി പറഞ്ഞ ശേഷം അൽഫോൺസിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവരെ യാത്രയാക്കാൻ സിഗും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ അവരെ വന്ന് കാണാൻ സിഗ് ബ്രദേഴ്സിനോട് പറഞ്ഞു. പക്ഷേ അവർ ഈസുമിയുടെ സ്റ്റുഡൻസ് അല്ലാത്ത സ്ഥിതിക്ക് അവരെ കാണാൻ ഇനി ഈസുമി തയ്യാറാകുമോ എന്നായിരുന്നു അൽഫോൺസിൻ്റെ സംശയം. അത് കേട്ട സിഗ് അവരോട് ചൂടായി. എടാ പൊട്ടന്മാരെ, അവൾ നിങ്ങളെ അവളുടെ സ്റ്റുഡൻസ് അല്ലാതാക്കിയെന്നത് ശരിയാണ് എന്നും പറഞ്ഞ് അവൾ നിങ്ങളെ അവളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കി വിട്ടിട്ടില്ല. നിങ്ങൾ അവളുടെ സ്റ്റുഡൻസ് അല്ലാതായതോടെ നിങ്ങൾക്കിനി അവളോട് യാതൊരു ഭയമോ മറയോ കൂടാതെ തുറന്ന് സംസാരിക്കാം, അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ. അപ്പോഴാണ് തങ്ങളുടെ മണ്ടത്തരം ബ്രദേഴ്സിന് ബോധ്യമായത്. എന്തിനു വേണ്ടിയിട്ടാണോ അവർ ടീച്ചറിനെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നത് ആ കാര്യം ചെയ്യാതെയാണ് അവർ മടങ്ങിപ്പോകാൻ ഒരുങ്ങിയത്. ഉടൻ തന്നെ ബ്രദേഴ്സ് ഈസുമിയുടെ അടുത്തേക്ക് ഓടി. അത് കണ്ട സിഗ് ഈസുമിയുടെ കൈകൊണ്ട് ചാവാതെ നോക്കിക്കോണേ എന്ന് അവരെ ഓർമ്മപ്പെടുത്തി. ഈ സമയം ഈസുമി തൻ്റെ കത്തിക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു. അപ്പോൾ എഡ്വേർഡ് അങ്ങോട്ടേക്ക് ഓടി വന്ന് അവളെ വിളിച്ചു. തൊട്ടു പിന്നാലെ ഒരു കത്തി എഡ്വേർഡിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. അത് കണ്ട് അവൻ ഞെട്ടി വിറച്ചു. നീയൊക്കെ എന്ത് ധൈര്യത്തിലാണടാ ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറി വന്നത്? അവൾ അലറി. നിന്നെപ്പോലെയുള്ള നാറികളെ പഠിപ്പിക്കുന്ന പരിപാടി ഞാൻ നിർത്തിയെന്നും മര്യാദയ്ക്ക് ഇറങ്ങി പോകാനും പറഞ്ഞ് അവൾ അവരെ ഭീഷണിപ്പെടുത്തി. പക്ഷേ അവിടെ നിന്ന് പോകാൻ ബ്രദേഴ്സ് കൂട്ടാക്കിയില്ല. തങ്ങളുടെ ശരീരം വീണ്ടെടുക്കാനുള്ള വഴി തേടിയാണ് അവളെ കാണാൻ വന്നതെന്നും അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ മടങ്ങിപ്പോകില്ലെന്നും അവർ തറപ്പിച്ച് പറഞ്ഞു. ബ്രദേഴ്സിൻ്റെ ഡിറ്റർമിനേഷൻ കണ്ട ഈസുമി ശാന്തയായി. അങ്ങനെ അവർ ഈ വിഷയത്തിൽ ഇതുവരെ തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. ഈസുമിയും എഡ്വേർഡും ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ നേരിട്ട് കണ്ടറിഞ്ഞവരാണ്. പക്ഷേ ആ കൂട്ടത്തിൽ അൽഫോൺസിന് മാത്രമാണ് അതിനെപ്പറ്റി ഒരു ഓർമ്മയുമില്ലാത്തത്. അപ്പോഴത്തെ മെൻ്റൽ ഷോക്ക് കാരണം അൽഫോൺസ് ആ സമയത്തെ കാര്യങ്ങളെല്ലാം മറന്നു കാണുമെന്ന് ഈസുമി പറഞ്ഞു. അൽഫോൺസിൻ്റെ നഷ്ടപ്പെട്ട ഓർമ്മകളെ തിരിച്ചെടുക്കാൻ സാധിച്ചാൽ അവരുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേക്കുമെന്ന് ഈസുമി എഡ്വേർഡിനോട് പറഞ്ഞു. ഓരോരുത്തരും കൊടുക്കുന്ന ഫീസിനനുസരിച്ചുള്ള അറിവ് മാത്രമാണല്ലോ അവർക്ക് കിട്ടുക. അങ്ങനെ നോക്കിയാൽ സ്വന്തം ശരീരം മുഴുവനും ഫീസായിട്ട് നൽകിയ അൽഫോൺസിന് എഡ്വേർഡിനെയും ഈസുമിയേക്കാളും അറിവ് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ അവിടെ വച്ച് കണ്ട ആ രൂപത്തിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഈസുമിയുടെയും എഡ്വേർഡിൻ്റെയും ഭാവം മാറി. അതിനെപ്പറ്റി അന്വേഷിച്ച അൽഫോൺസിന് ആ നിഴൽ രൂപത്തിനെക്കുറിച്ച് ഈസുമിയും എഡ്വേർഡും പറഞ്ഞു കൊടുത്തു. അവരുടെ വിവരണം കേട്ട് ആദ്യമൊക്കെ ഒന്ന് പേടിച്ചെങ്കിലും തൻ്റെ ശരീരം വീണ്ടെടുക്കാനായി എന്ത് ചെയ്യാനും താൻ ഒരുക്കമാണെന്ന് അൽഫോൺസ് അവരോട് പറഞ്ഞു. അൽഫോൺസിൻ്റെ ഓർമ്മകളെ വീണ്ടെടുക്കാൻ കഴിവുള്ള ഒരാളെ തനിക്കറിയാമെന്നും നാളെ രാവിലെ നമുക്ക് അയാളെ കാണാൻ പോകാമെന്നും ഈസുമി ബ്രദേഴ്സിനോട് പറഞ്ഞു. ഇത് കേട്ട ബ്രദേഴ്സിന് സന്തോഷമായി. പക്ഷേ ഇതേ സമയം ജനലിന് പുറത്തിരുന്ന് ഒരാൾ അവരുടെ സംഭാഷണങ്ങൾ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ഒരു പല്ലിയുടെ രൂപമായിരുന്നു. ബ്രദേഴ്സിന് സോൾ ബോണ്ടിങ് ചെയ്യാൻ അറിയാമെന്ന് മനസ്സിലാക്കിയ അയാൾ ചുമരിലൂടെ നടന്ന് എങ്ങോട്ടോ മറഞ്ഞു. പിറ്റേ ദിവസം ഈസ്റ്റ് സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ കേണൽ റോയ് മസ്താങ് അയാളുടെ സുപ്പീരിയർ ഓഫീസറുമായിട്ടിരുന്ന് ചെസ്സ് കളിക്കുകയായിരുന്നു. പ്രൊമോഷൻ കിട്ടിയതിനാൽ അധികം വൈകാതെ തന്നെ റോയ് സെൻട്രലിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് അയാളോട് യാത്ര ചോദിക്കാൻ കൂടിയാണ് മസ്താങ് അവിടേക്ക് വന്നത്. ഒടുവിൽ മസ്താങ് അയാളെ പരാജയപ്പെടുത്തി. പോകുന്നതിന് മുൻപ് തൻ്റെ സുപ്പീരിയറിനോട് അവസാനമായി ഒരു ഉപകാരം കൂടി ചെയ്തു തരാൻ മസ്താങ് ആവശ്യപ്പെട്ടു. അതിനുശേഷം അയാൾ തൻ്റെ ടീമിനെ വിളിച്ചുകൂട്ടി. മേജർ കെയ്ൻ ഫ്യൂരി, വാറണ്ട് ഓഫീസർ വാൻഡോ ഫാൾമാൻ, സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് ഹെയ്മൻസ് ബ്രേഡ, സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് ജീൻ ഹാവക്, ലെഫ്റ്റനൻറ്റ് റീസ ഹോക്കൈ എന്നിവരായിരുന്നു അവർ. മസ്താങ്ങിൻ്റെ ആവശ്യപ്രകാരം അവരെ എല്ലാവരെയും സെൻട്രലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. എല്ലാവരോടും ഉടൻ തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സെൻട്രലിലേക്ക് പോയിക്കൊള്ളാൻ മസ്താങ് പറഞ്ഞു. പക്ഷേ ജീൻ ഹാവക്ക് മസ്താങ്ങിനോട് താൻ ഇവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടത്തിലായെന്നും അതുകൊണ്ട് തനിക്കിനി ഉടനെയൊന്നും സെൻട്രലിലേക്ക് മടങ്ങി വരാനാകില്ലെന്നും പറഞ്ഞു. പക്ഷേ അവളെ ഡംപ് ചെയ്യാനായിരുന്നു മസ്താങ്ങിൻ്റെ മറുപടി. അത് കേട്ട ഹാവക്ക് തകർന്നുപോയി. അവനെ സമാധാനിപ്പിച്ച ശേഷം മസ്താങ്ങും ടീമും സെൻട്രലിലേക്ക് തിരിച്ചു. ഈ സമയം ഈസ്റ്റ് സിറ്റിയിലെ ആ ചേരിയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന സ്കാർ തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു. അവൻ വ്യായാമം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ പയ്യൻ അങ്ങോട്ടേക്ക് കയറി വന്നു. മുറിവുകൾ കുറെ കൂടി ഭേദമാകാനുണ്ടെന്നും അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കാനും അവൻ സ്കാറിനെ ഉപദേശിച്ചു. അപ്പോഴേക്കും ഒരു വയസ്സൻ അങ്ങോട്ടേക്ക് കയറി വന്നു. അയാളെ കണ്ട സ്കാർ ഞെട്ടിപ്പോയി. കാരണം അയാൾ സ്കാറിൻ്റെ പഴയ ഗുരുവായിരുന്നു. അങ്ങനെ സ്കാറും അവൻ്റെ മാസ്റ്ററും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചു. അവനിപ്പോൾ ആൽക്കമിസ്റ്റുകളെ കൊന്ന് പ്രതികാരം ചെയ്യുന്ന കാര്യം മാസ്റ്റർ അറിഞ്ഞിരുന്നു. ആൽക്കമിസ്റ്റുകൾ കാരണം എല്ലാം നഷ്ടപ്പെട്ടവനാണവൻ. അതിന് പ്രതികാരം ചെയ്യാൻ അവൻ അർഹതയുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ പിന്നീട് എല്ലാവരുടെയും നാശത്തിന് വഴിയൊരുക്കുമെന്നും
അതുകൊണ്ട് എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനും അയാൾ അവനെ ഉപദേശിച്ചു. പക്ഷേ ഇതൊന്നും കേട്ടിട്ടും സ്കാറിൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും 2 തടിമാടന്മാർ അങ്ങോട്ടേക്ക് കയറി വന്നു. സ്കാർ അവിടെ ഉണ്ടെന്ന് വിവരം കിട്ടിയതുകൊണ്ട് അവനെ പിടിച്ച് ഗവൺമെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ബൗണ്ടി ഹണ്ടേഴ്സ് ആയിരുന്നു അവർ. യോക്കി എന്ന പേരുള്ള ഒരുത്തനാണ് സ്കാറിനെ ഒറ്റുകൊടുത്തത്. അവൻ മുൻപ് ഒരു സ്റ്റേറ്റ് ആൽക്കമിസ്റ്റ് ആയിരുന്നു. പിന്നീട് അവൻ കാണിച്ച കൊള്ളരുതായ്മകളൊക്കെ എൽറിക് ബ്രദേഴ്സ് പുറത്തു കൊണ്ടുവന്നതോടെ അവനെ ഗവൺമെൻറ് നാട് കടത്തിയതാണ്. ഒടുവിൽ ഇഷ്ബാൾ സർവൈവേഴ്സിൻ്റെ ക്യാമ്പിൽ അഭയം പ്രാപിച്ച ആ നന്ദികെട്ടവനാണ് ഇപ്പോൾ സ്കാറിനെ കാശിന് വേണ്ടി ഒറ്റുകൊടുത്തിരിക്കുന്നത്. ഇഷ്ബോൾകാരെല്ലാം അവനെ വട്ടം കൂടി നിന്ന് കുറ്റം പറഞ്ഞിട്ടും ആ ഉളുപ്പില്ലാത്തവന് യാതൊരു നാണക്കേടും തോന്നിയില്ല. പണം വരണം, പവർ വരണം, എൽറിക് ബ്രദേഴ്സിനിട്ടൊരു പണിയും കൊടുക്കണം, അതാണിപ്പോൾ അവൻ്റെ ഒരേയൊരു ലക്ഷ്യം. അപ്പോൾ സ്കാറിന് താൻ ഇവിടെ നിൽക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി ആപത്താണെന്ന് മനസ്സിലായി. അവൻ അവിടെ നിന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങി. അപ്പോൾ അവനെ പിടിക്കാൻ നോക്കിയ ഗുണ്ടയുടെ കൈ അവൻ ആൽക്കമി കൊണ്ട് 2 കഷ്ണമാക്കി. മറ്റവൻ സ്കാറിനെ ആക്രമിക്കാൻ വന്നുവെങ്കിലും സ്കാർ അവൻ്റെ മുഖത്ത് പിടിച്ചുകൊണ്ട് ആൽക്കമി യൂസ് ചെയ്ത് അവനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അവൻ യൂക്കിയുടെ നേരെ നടന്നു. ആകെ പേടിച്ചുപോയ യൂക്കി അവിടെ കിടന്ന് പേടിച്ച് കരഞ്ഞ് മെഴുകി. പക്ഷേ സ്കാർ അവനെ മൈൻഡ് പോലും ചെയ്യാതെ പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നത് കണ്ട മാസ്റ്റർ അവനോട് നിന്റെ ചേട്ടനെ ഓർത്തെങ്കിലും ഇതൊക്കെ അവസാനിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ തുടങ്ങി വെച്ചതൊന്നും ഇനി നിർത്താൻ പറ്റില്ല എന്ന് സ്കാർ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ വീശി അടിച്ചൊരു കാറ്റിൽ അവൻ പുതച്ചിരുന്ന തുണി പുറകിലേക്ക് മാറി. അവൻ്റെ വലങ്കയിൽ പച്ചകുത്തി വച്ചിരുന്ന പേരുകൾ വെയിലേറ്റി തിളങ്ങി. പിറ്റേ ദിവസം രാവിലെ അൽഫോൺസ് ഈസുമിയുടെ കടയുടെ മുൻവശമൊക്കെ തൂത്ത് വൃത്തിയാക്കുകയായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം പേപ്പർ അവൻ്റെ അടുത്തേക്ക് വന്നു വീണു. എവിടെ നിന്നാണത് വന്നതെന്ന് മനസ്സിലാകാതെ അൽഫോൺസ് അതെടുത്ത് തുറന്നു നോക്കി. അതും നോക്കിക്കൊണ്ട് ആ പല്ലി മനുഷ്യൻ തൊട്ടടുത്ത റൂഫിൻ്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. അവനാണ് ആ പേപ്പർ അൽഫോൺസിൻ്റെ അടുത്തേക്ക് എറിഞ്ഞത്. സമയം കടന്നുപോയി. തെരുവിൻ്റെ ഒരു മൂലയിൽ ഏതാനും ആൾക്കാർ ആരെയോ കാത്തിരിക്കുകയാണ്. അപ്പോൾ അൽഫോൺസ് അവിടേക്ക് നടന്നു വന്നു. അവൻ ആ കത്ത് അവരെ കാണിച്ചു. നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങളത് പുറത്ത് പറയണ്ടെങ്കിൽ നീ ഞങ്ങളെ നേരിട്ട് വന്ന് കാണണമെന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. ഈ കത്തെഴുതിയത് നിങ്ങളാണോ എന്നും ഞങ്ങളെക്കുറിച്ച് നിനക്കൊക്കെ എന്തറിയാമെന്നും അൽഫോൺസ് അവരോട് ചോദിച്ചു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ അൽഫോൺസിൻ്റെ അടുത്തേക്ക് വന്നു. അവനെക്കുറിച്ച് അവന് പോലും അറിയാത്ത നിരവധി കാര്യങ്ങൾ അയാൾക്കറിയാമെന്നും തൻ്റെ കൂടെ വന്നാൽ അത് പറഞ്ഞു തരാമെന്നും അയാൾ അൽഫോൺസിനോട് പറഞ്ഞു. പക്ഷേ അൽഫോൺസ് അതിന് തയ്യാറായില്ല. തങ്ങളുടെ ടീച്ചർ അപരിചിതരായ ആളുകളോടൊപ്പം ഒരിടത്തേക്കും പോകരുതെന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അൽഫോൺസ് പറഞ്ഞപ്പോൾ അയാൾ ഞെട്ടി. അവൻ അൽഫോൺസിനോട് അവൻ എത്ര വയസ്സായി എന്ന് ചോദിച്ചു. തനിക്ക് 14 വയസ്സായി എന്ന് അൽഫോൺസ് പറഞ്ഞപ്പോൾ 14 വയസ്സ് വളരെ വലിയൊരു പ്രായമാണെന്നും അവന് മുതിർന്നവരെ പോലെ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും സമയമായെന്നും പറഞ്ഞ് അയാൾ അവനെ ഉപദേശിച്ചു. തൊട്ടു പിന്നാലെ അൽഫോൺസ് അവനെ തൊഴിച്ച് ദൂരെ എറിഞ്ഞു. മുതിർന്നവരെ പോലെ ചിന്തിച്ചപ്പോൾ നിന്നെയൊക്കെ അടിച്ചു നിവർത്തി നിൻ്റെയൊക്കെ ശരിക്കുള്ള ഉദ്ദേശം അറിയാനാണ് തനിക്ക് തോന്നിയതെന്ന് അവൻ അവരോട് പറഞ്ഞു. അത് കേട്ട് അയാൾ നിലത്ത് നിന്ന് ചാടി എഴുന്നേറ്റിട്ട് അൽഫോൺസിനെ ആക്രമിക്കാനൊരുങ്ങി. ഉടനെ അൽഫോൺസ് അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചു. പെട്ടെന്ന് അയാൾ തൻ്റെ വാൾ കൊണ്ട് അൽഫോൺസിൻ്റെ ഹെൽമറ്റ് കുത്തി നിലത്തിട്ടു. തൊട്ടു പിന്നാലെ അവരുടെ കൂട്ടത്തിൽ നിന്ന പെണ്ണ് ഒരു പാമ്പിനെ പോലെ അൽഫോൺസിൻ്റെ ആർമറിനുള്ളിലേക്ക് വലിഞ്ഞു കയറി. അൽഫോൺസിനെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ അവൾ ആർമറിൻ്റെ ഉള്ളിൽ നിന്നും അവനെ ലോക്ക് ചെയ്തു. തൊട്ടു പിന്നാലെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആജാനുബാഹുവായ ഒരുത്തൻ വന്ന് അവനെ പിടിച്ചു തള്ളി നിലത്തിട്ടു. അവരുടെ ശക്തികളും കഴിവുകളും കണ്ട അൽഫോൺസിന് അവരാരും സാധാരണ മനുഷ്യരല്ലെന്ന് മനസ്സിലായി. നീയൊക്കെ ശരിക്കും ആരാണെന്ന് അവൻ അവരോട് ചോദിച്ചു. അപ്പോൾ മറ്റൊരാൾ അവിടേക്ക് കടന്നു വന്നു. ഇവരെല്ലാവരും കൈമേറകളാണെന്ന് അയാൾ അവനോട് പറഞ്ഞു. അത് കേട്ട് അൽഫോൺസ് ഞെട്ടിപ്പോയി. അധികം വൈകാതെ അവർ അൽഫോൺസിനെ അവരുടെ താവളത്തിലെത്തിച്ചു. അതിനുശേഷം അയാൾ അവനെ വിശദമായിട്ട് പരിശോധിച്ചു. അൽഫോൺസിൻ്റെ ആർമറിനുള്ളിൽ ഒന്നും തന്നെ ഇല്ല എന്ന് കണ്ട അയാൾക്ക് അതിശയം തോന്നി. എന്നിട്ട് അയാൾ അൽഫോൺസിനെ തന്നെ പരിചയപ്പെടുത്തി. അയാളുടെ പേര് ഗ്രീഡ് എന്നാണ്. അപ്പോൾ അൽഫോൺസ് അവരോട് നിങ്ങൾ ശരിക്കും ആരാണെന്ന് ചോദിച്ചു. നീനയ്ക്ക് സംഭവിച്ച ദുരന്തത്തിനെക്കുറിച്ച് ഓർമ്മയുള്ളതുകൊണ്ട് കൈമേറകളെ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് അൽഫോൺസ് ഉറച്ച് വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഗ്രീഡ് അവിടെ നിന്ന് ഓരോരുത്തരെയും അവന് പരിചയപ്പെടുത്തി കൊടുത്തു. നേരത്തെ അൽഫോൺസ് എടുത്ത് പഞ്ഞിക്കിട്ടവൻ്റെ പേര് ഡോൾസെറ്റോ എന്നാണ്. അവനെ ഒരു നായകമായി കൂട്ടിച്ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ അവനെ അടിച്ച് നിലത്തിട്ട ആജാനുബാഹുവിൻ്റെ പേര് റോ എന്നാണ്. അവനെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പശുവിനെ ചേർത്താണ്. ആ പല്ലി മനുഷ്യൻ്റെ പേര് ബീഡോ എന്നാണ്. അൽഫോൺസിൻ്റെ ആർമറിനകത്ത് കയറിക്കൂടിയ ആ പെണ്ണിൻ്റെ പേര് മാർട്ടൽ എന്നാണ്. ഒരു പാമ്പിനെ കൂട്ടിച്ചേർത്താണ് അവളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വേറെയും ആളുകൾ അവിടെ നിൽപ്പുണ്ട്. അവൻ പറഞ്ഞത് കേട്ട അൽഫോൺസ് ഞെട്ടി. ആരാണ് നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചതെന്ന് അൽഫോൺസ് ഗ്രീഡിനോട് ചോദിച്ചു. ഇതിൻ്റെയൊക്കെ പിന്നിൽ മിലിറ്ററി ആണെന്ന് ഗ്രീഡ് പറഞ്ഞത് കേട്ടപ്പോൾ അൽഫോൺസ് വീണ്ടും ഞെട്ടി. കേട്ടാൽ ഞെട്ടുന്ന ഇതിനേക്കാളും വലിയ രഹസ്യങ്ങളുടെ കലവറയാണ് മിലിറ്ററി എന്ന് ഗ്രീഡ് അൽഫോൺസിനോട് പറഞ്ഞു. എന്നിട്ട് അവൻ തന്നെപ്പറ്റി കുറച്ചുകൂടി വിശദമായി അൽഫോൺസിന് പറഞ്ഞു കൊടുത്തു. അവൻ ഒരു സാധാരണ മനുഷ്യനോ കൈമേറയോ അല്ല.
അവനൊരു ഹൊമൻക്യുലസ് ആണ്. അതായത് അവനെ ആൽക്കമി ഉപയോഗിച്ച് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്. അത് കേട്ട് അൽഫോൺസ് ഞെട്ടിപ്പോയി. കുട്ടിക്കാലത്ത് അവർ ആൽക്കമി പുസ്തകങ്ങളിൽ ഹൊമൻക്യുലസിനെ പറ്റി വായിച്ചിരുന്നു. അത് വെറുമൊരു കെട്ടുകഥ മാത്രമാണെന്നാണ് അവൻ കരുതിയിരുന്നത്. നീ പറയുന്നതൊക്കെ പച്ച കള്ളമാണെന്ന് അൽഫോൺസ് ഗ്രീഡിനോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് തെളിയിച്ച് കാണിക്കാമെന്ന് പറഞ്ഞ് അവൻ നിലത്തു നിന്ന് എഴുന്നേറ്റു. തൊട്ടു പിന്നാലെ റോ തൻ്റെ ചുറ്റിയെ കൊണ്ട് അവൻ്റെ തലയടിച്ച് ചിതറിച്ചു. ഗ്രീഡിൻ്റെ ശരീരം ചലനമറ്റ് നിലത്ത് വീണു. അത് കണ്ട് അൽഫോൺസ് പേടിച്ചുപോയി. തൊട്ടു പിന്നാലെ ഗ്രീഡ് നിലത്തു നിന്ന് എഴുന്നേറ്റ് നിന്നു. അൽഫോൺസ് നോക്കി നിൽക്കെ അവൻ്റെ തകർന്നുപോയ തല വീണ്ടും മുളച്ചു വന്നു. ഇപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ ബോധ്യമായില്ലേ? അസാധ്യമായിട്ട് ഈ ലോകത്തൊന്നും തന്നെയില്ല. വെറുമൊരു കാലി ആർമറിൽ നിന്റെ ആത്മാവിനെ സോൾ ബോണ്ടിങ് ചെയ്തിരിക്കുകയല്ലേ? അങ്ങനെയുള്ള നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ എന്താണ് ഇത്ര മടി? അവൻ അൽഫോൺസിനോട് ചോദിച്ചു. എന്നിട്ട് അവൻ തൻ്റെ ശരിക്കുള്ള ഉദ്ദേശം അൽഫോൺസിനോട് പറഞ്ഞു. ഗ്രീഡിന് സോൾ ബോണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവൻ അൽഫോൺസിനെ തട്ടിക്കൊണ്ടുവന്നത്. അവൻ്റെ പേര് പോലെ തന്നെ അവൻ എല്ലാത്തിനോടും ആർത്തിയാണ്. പെണ്ണും പണവും പദവിയും എല്ലാം അവന് വേണം. അതിനോടൊപ്പം അവൻ ഒന്നുകൂടി വേണമെന്ന അതിയായ ആഗ്രഹമുണ്ട്, അമരത്വം അഥവാ ഇമ്മോർട്ടാലിറ്റി. ഗ്രീഡിന് ഇപ്പോൾ തന്നെ 200 വയസ്സ് പ്രായമുണ്ട്. എങ്ങനെയൊക്കെ തല്ലിക്കൊല്ലാൻ നോക്കിയാലും അത്ര പെട്ടെന്നൊന്നും മരിക്കില്ലെങ്കിലും ഗ്രീഡ് ഇമ്മോർട്ടൽ അല്ല. അതുകൊണ്ട് ഒരിക്കലും നശിക്കാത്ത ഒരു ആർമറിൽ അവൻ്റെ ആത്മാവ് സീൽ ചെയ്ത് വച്ച് അമരത്വം നേടാനാണ് അവൻ്റെ പദ്ധതി. അതുകൊണ്ട് സോൾ ബോണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തനിക്ക് പറഞ്ഞു തരണമെന്ന് ഗ്രീഡ് അൽഫോൺസിനോട് ആവശ്യപ്പെട്ടു. ഗ്രീഡിൻ്റെ ചോദ്യത്തിന് മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നിന്നെ പീസ് പീസായി ഇളക്കിയെടുത്ത് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞ് മാർട്ടൽ അൽഫോൺസിനെ ഭീഷണിപ്പെടുത്തി. അത് കേട്ട അൽഫോൺസ് തനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്നും മറ്റൊരാളാണ് തൻ്റെ ആത്മാവിനെ ആർമറിൽ സീൽ ചെയ്തതെന്നും പറഞ്ഞു. അത് കേട്ട ഗ്രീഡിന് അൽഫോൺസിൻ്റെ ആത്മാവിനെ സോൾ ബോണ്ടിങ് ചെയ്തത് എഡ്വേർഡ് ആണെന്ന് മനസ്സിലായി. അതേസമയം എഡ്വേർഡ് അൽഫോൺസിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ബീഡോ അവൻ്റെ അടുത്തെത്തി. നിങ്ങളുടെ രഹസ്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ നിന്റെ അനിയൻ എവിടെയെന്ന് കാട്ടിത്തരാമെന്ന് അവൻ എഡ്വേർഡിനോട് പറഞ്ഞു. അത് കേട്ട എഡ്വേർഡ് തൻ്റെ എല്ലാ രഹസ്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ ബീഡോയ്ക്ക് പറഞ്ഞു കൊടുത്തു. അവൻ്റെ രഹസ്യത്തിൻ്റെ പവർ കാരണം ബോധം പോയ ബീഡോയെയും തൂക്കിയെടുത്തുകൊണ്ട് എഡ്വേർഡ് അവരുടെ താവളത്തിലെത്തി. അവനെ കണ്ട ഉടനെ ഒട്ടും സമയം പാഴാക്കാതെ ഗ്രീഡ് ഒരു ഹൊമൻക്യുലസ് ആണെന്നും അവനെ വിശദമായിട്ട് ചോദ്യം ചെയ്താൽ അവരുടെ ശരീരങ്ങൾ വീണ്ടെടുക്കാനുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുമെന്നും അൽഫോൺസ് എഡ്വേർഡിനോട് പറഞ്ഞു. അത് കേട്ട ഗ്രീഡ് എഡ്വേർഡുമായിട്ടൊരു ഡീലിന് തയ്യാറായി. അവർക്ക് വേണ്ടത് ഒരു ശരീരമാണ്, ഗ്രീഡിന് വേണ്ടത് സോൾ ബോണ്ടിങ് ടെക്നിക്കും. അതുകൊണ്ട് തനിക്ക് സോൾ ബോണ്ടിങ് ചെയ്യാനുള്ള വഴി പറഞ്ഞു തന്നാൽ ഒരു ഹൊമൻക്യുലസിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഗ്രീഡ് എഡ്വേർഡിനോട് പറഞ്ഞു. അപ്പോഴാണ് ഗ്രീഡിൻ്റെ കയ്യിലെ ഓറോബോറസ് സ്റ്റാറ്റു എഡ്വേർഡ് കണ്ടത്. നിനക്ക് സോൾ ബോണ്ടിങ്ങിനെ പറ്റി അറിയണമെങ്കിൽ 5th ലബോറട്ടറിയിലെ നിന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ പോരായിരുന്നോ എന്ന് എഡ്വേർഡ് ഗ്രീഡിനോട് ചോദിച്ചു. പക്ഷേ ലെസ്റ്റിൻ്റെ ഗ്യാങ്ങുമായിട്ട് ഗ്രീഡ് അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. താൻ ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ആണെങ്കിലും തൻ്റെ ശരീരം സാധാരണ മനുഷ്യരെ പോലെയാണെന്നും അതിനാലാണ് ഞാൻ ഇമ്മോർട്ടാലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും ഗ്രീഡ് പറഞ്ഞു. അതിനാലാണ് സോൾ ബോണ്ടിങ്ങിനെ പറ്റി പഠിക്കാൻ വേണ്ടി അവൻ അൽഫോൺസിനെ തട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ അപ്പോഴും ഗ്രീഡിന് മനസ്സിലാകാതിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ബ്രദേഴ്സ് അവരുടെ പഴയ ശരീരം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു. വെറുമൊരു ആർമർ മാത്രമായതിനാൽ അൽഫോൺസിന് ജീവിക്കാൻ ആഹാരം കഴിക്കണമെന്നോ ഉറങ്ങണമെന്നോ എന്നൊന്നുമില്ല. എത്ര വർക്ക് ചെയ്താലും അവൻ്റെ ശരീരം തളരുകയുമില്ല. അതൊരു നല്ല കാര്യമല്ലേ എന്ന് ഗ്രീഡ് അവരോട് ചോദിച്ചു. അത് കേട്ട് എഡ്വേർഡ് ദേഷ്യം കൊണ്ട് വിറച്ചു. അൽഫോൺസ് അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് നിനക്കൊന്നും ഒരു ചുക്കും അറിയില്ലെന്നും നിന്നെപ്പോലെയുള്ള ഒരുത്തനുമായിട്ട് ഞങ്ങൾ ഒരു തരത്തിലുള്ള ഡീലിനും ഒരുക്കമല്ലെന്നും എഡ്വേർഡ് പറഞ്ഞു. ഇനി സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഡോൾസെറ്റോ തൻ്റെ വാളെടുത്തു. തൊട്ടു പിന്നാലെ എഡ്വേർഡ് അവനെ ചവിട്ടി നിലത്തിട്ടു. അത് കണ്ട ഗ്രീഡ് റോവയോട് അൽഫോൺസിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകാൻ പറഞ്ഞു. ഉടനെ തന്നെ റോ അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു. അത് കണ്ട എഡ്വേർഡ് അവരുടെ പിന്നാലെ ഓടാൻ തുടങ്ങിയെങ്കിലും ഗ്രീഡ് അവനെ തടഞ്ഞു. അങ്ങനെ എഡ്വേർഡും ഗ്രീഡും തമ്മിൽ ഫൈറ്റ് തുടങ്ങി. എഡ്വേർഡിൻ്റെ എല്ലാ അറ്റാക്കുകളെയും ഗ്രീഡ് നിസ്സാരമായി ചെറുത്തു. ഉടനെ എഡ്വേർഡ് അവൻ്റെ തോളിലേക്ക് ചാടിക്കയറി അവൻ്റെ കഴുത്ത് വലിച്ചൊടിച്ചു. അതോടെ അവൻ്റെ കഥ കഴിഞ്ഞെന്ന് എഡ്വേർഡ് കരുതിയെങ്കിലും ഗ്രീഡ് വീണ്ടും എഴുന്നേറ്റു. എഡ്വേർഡ് നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലാക്കിയ ഗ്രീഡ് തൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. തൊട്ടു പിന്നാലെ അവൻ്റെ രൂപം മാറി. അവൻ്റെ തൊലി മുഴുവൻ കറുത്തിരുണ്ട് ഒരു ആർമർ പോലെയായി. അത് കണ്ട് എഡ്വേർഡ് ഞെട്ടി. ഇതേസമയം ബ്രദേഴ്സിനെ കാണാതെ ഈസുമിയും സിഗും പരിഭ്രമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ബ്രദേഴ്സിനെ നേരത്തെ കണ്ടിരുന്നെന്നും അവർ എങ്ങോട്ടാണ് പോയതെന്നും ഈസുമിക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ട ഈസുമി ബ്രദേഴ്സിനെ തേടി പുറപ്പെട്ടു. അപ്പോഴേക്കും ഗ്രീഡ് എഡ്വേർഡിനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി ഒരു പരിവമാക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ തോറ്റു കൊടുക്കാൻ എഡ്വേർഡ് തയ്യാറായിരുന്നില്ല. നിലത്ത് കിടന്ന എഡ്വേർഡിനെ തൂക്കിയെടുത്തിട്ട് ഗ്രീഡ് അവനോട് വീണ്ടും സോൾ ബോണ്ടിങ്ങിനെ കുറിച്ച് ചോദിച്ചു.
പക്ഷേ എഡ്വേർഡ് ഗ്രീഡിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആൽക്കമി യൂസ് ചെയ്ത് രക്ഷപ്പെട്ടു. ദേഷ്യം വന്ന ഗ്രീഡ് എഡ്വേർഡിനെ ഇടിക്കാനായി കയ്യോങ്ങി. ഉടനെ എഡ്വേർഡ് ആൽക്കമി കൊണ്ട് അവൻ്റെ ഓട്ടോമയിൽ കയ്യിൽ സ്പൈക്സ് വരുത്തി ഗ്രീഡിൻ്റെ കയ്യിലേക്ക് ആഞ്ഞടിച്ചു. ആ ഇടികൊണ്ട് ഗ്രീഡിൻ്റെ കയ്യിലെ ആർമർ പൊട്ടിച്ചിതറിപ്പോയി. അത് കണ്ട അവൻ ഞെട്ടി. ഉടൻ തന്നെ തൻ്റെ കൈ പഴയതുപോലെ ആക്കി ഗ്രീഡ് എഡ്വേർഡിനെ വീണ്ടും അറ്റാക്ക് ചെയ്തു. ഇത്തവണയും എഡ്വേർഡ് അവൻ്റെ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ശേഷം അവൻ്റെ ബോഡിയിൽ ആൽക്കമി യൂസ് ചെയ്തു. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് ഗ്രീഡ് മനസ്സിലാക്കും മുൻപേ എഡ്വേർഡ് അവനെ അറ്റാക്ക് ചെയ്തു. അത് ഗ്രീഡിനേറ്റു. കുത്തുകൊണ്ട് ചോരയൊലിച്ച് അവൻ നിലത്ത് വീണുപോയി. ആർക്കും തകർക്കാൻ പറ്റാത്ത തൻ്റെ ആർമറിനെ എഡ്വേർഡ് എന്താണ് ചെയ്തതെന്ന് ഗ്രീഡ് അവനോട് ചോദിച്ചു. അവനെ ഉണ്ടാക്കിയത് ആർട്ടിഫിഷ്യലായിട്ടാണെങ്കിലും അവൻ്റെ ശരീരം ഒരു സാധാരണ മനുഷ്യൻ്റേതുപോലെ തന്നെയാണല്ലോ. അതായത് അതിൻ്റെ ഭൂരിഭാഗവും കാർബൺ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ സ്ഥിതിക്ക് അവൻ്റെ ആർമറും നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ കൊണ്ട് തന്നെയാകുമെന്ന് എഡ്വേർഡ് മനസ്സിലാക്കി. കാർബണിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ മാറ്റിയാൽ അതിൻ്റെ കട്ടി കുറയ്ക്കാമെന്നറിയാവുന്ന എഡ്വേർഡ് അങ്ങനെ നിസ്സാരമായിട്ട് ഗ്രീഡിൻ്റെ ഷീൽഡ് തകർത്തെറിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഗ്രീഡ് അവൻ്റെ ഷീൽഡ് റിപ്പയർ ചെയ്ത് വീണ്ടും അടുത്ത ഫൈറ്റിന് റെഡിയായി. എന്നാൽ എഡ്വേർഡ് ഏതാണ്ട് തളർന്നു കഴിഞ്ഞിരുന്നു. തന്നെക്കൊണ്ട് ഇനിയും ഫൈറ്റ് ചെയ്യാനാകില്ല എന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് അവരുടെ പിന്നിലെ ഡോർ പൊട്ടിച്ചിതറി. ബ്രദേഴ്സിനെ തേടി ഈസുമി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു.